ഇനി നമ്മള് പഠിച്ചു വരുമ്പോൾ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 വാക്യങ്ങൾ സ്ലേവ്സ്, അടിമകളെ കുറിച്ചുള്ളതാണ്. ദാസന്മാർ എന്ന് നമ്മുടെ മലയാളത്തിൽ വായിക്കുന്നു. നമുക്കറിയാം അന്നത്തെ കാലത്ത് അടിമ ഉണ്ടായിരുന്നു. അടിമയായി, സെർവന്റായി, സ്ലേവ്സ് ആയി വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നവരുണ്ടായിരുന്നു. അവരുടെ കാര്യമാണ്, അവരോട് ഉള്ള ഉപദേശമാണ് 9 വാക്യങ്ങളിൽ. 9 മുതൽ 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കും. ഇവിടെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ അവരോട് പറയേണ്ടത്, അല്ലെ അവരോട് തീത്തോസ് കൽപ്പിക്കേണ്ട കാര്യം പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 പാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദാസന്മാരുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് അവര് ഡിസൊബീഡിയൻസ് ആകാൻ പാടില്ല. യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരായിരിക്കുകയാണ്. എപ്പോഴും ഒരു യജമാനനെ ദാസൻ വിശ്വാസിയായിരിക്കും, എന്നാൽ യജമാനൻ അവിശ്വാസിയായ ആളായിരിക്കും. എങ്കിലും ദാസന്റെ ജോലി യജമാനന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദാസനായിരിക്കുന്ന ഒരാള് വിശ്വാസിയായി തീർന്നാൽ, രക്ഷിക്കപ്പെട്ടാൽ, ക്രിസ്ത്യനായി തീർന്നാൽ, യജമാനൻ വളരെ ക്രൂരനായിരുന്നാലും ഒബീഡിയന്റായി ജീവിക്കുവാൻ ഇടയാകണമെന്നുള്ളതാണ്. വേദോസ്തവം നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും ഒരു എക്സ്ട്രാ മൈല് യാത്ര ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്യുന്നവരായിരിക്കണം. അവിടെയും ദാസന്മാർ, സ്ലേവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദൃഷ്ടി സേവ ചെയ്യുന്നവരായിട്ടല്ല, ഹൃദയപൂർവം അനുസരിക്കുന്നവരായി, ഹൃദയപൂർവം പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. എന്റെ ജോലി ചെയ്തില്ലെങ്കിൽ യജമാനൻ എന്നെ ഉപദ്രവിക്കും എന്നുള്ളത് കൊണ്ടല്ല, ഞാനൊരു ദാസനായതുകൊണ്ട് എന്റെ ജോലി ചെയ്തിരിക്കണം എന്നുള്ളതായ ആ ചിന്തയോടുകൂടി പ്രസാദിപ്പിക്കുന്ന രീതി ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമതായി വേറൊരു കാര്യം പറയുന്നത്, തിരിച്ച് പറയുവാൻ പാടില്ല, ചോക്ക് ബാക്ക്. അതാണല്ലോ അടുത്ത് പറയുന്നത്, സകലത്തിലും യജമാന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിര് പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാറ്. എതിര് പറയാൻ പാടില്ല. ആൻസറിങ് ബാക്ക് എന്നുള്ള മീനിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ദാസൻ ചെയ്യുന്ന കാര്യം എപ്പോഴും യജമാനന് ഇഷ്ടമായി തീരണമെന്നില്ല. യജമാനൻ അത് ക്വസ്റ്റ്യൻ ചെയ്താൽ അതിനെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാതെ അതുപോലെ ഒബീഡിയൻസ് ആയി അനുസരിക്കുക എന്നുള്ളതാണ് കർത്തവ്യം എന്നാണ് പറയുന്നത്. പിന്നെ വേറൊന്നും വഞ്ചിച്ചെടുക്കാൻ പാടില്ല. ഈ യജമാനന് ഉള്ളതെല്ലാം ദാസന്റെ കയ്യിലൂടെയാണ് പോകുന്നത്. ഒനേസിമോസ് പണ്ട് ചെയ്തത് അങ്ങനെയാണ്. ഈ ഫിലേമോന്റെ സാധനങ്ങൾ അവൻ വഞ്ചിച്ചെടുത്തുകൊണ്ട് പോയി എന്ന് നമുക്ക് വിചാരിക്കാൻ. കാരണം പൗലോസ് പറയാണ്, നിനക്ക് കടപ്പെട്ടിട്ടുള്ളത് ഞാൻ തന്നു തീർക്കാം എന്ന് പറയുന്നു. അവൻ എടുത്തുകൊണ്ട് പോയതൊക്കെയും പകരം കൊടുത്തു തീർക്കാമെന്ന് പൗലോസ് വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ വഞ്ചിച്ചെടുക്കുവാൻ സാധ്യതയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു യജമാനൻ, ഒരു ദാസൻ യജമാനനെ അനുസരിക്കണം, കീഴടങ്ങിയിരിക്കണം, വഞ്ചിച്ചെടുക്കരുത്, തിരിച്ചു പറയരുത്, വിശ്വസ്തരായിരിക്കണം, സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിക്കുവാൻ കൽപ്പിക്കുക. അതാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ പറയുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടത്. അപ്പോൾ ജീവിതം ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദാസന്റെ ജീവിതം ദൈവവചന പ്രകാരം യജമാനന് കീഴടങ്ങി ഫെയ്ത്ത്ഫുൾ ആയി ഒരു ജോലി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ വചനത്തെ അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിനെ ഡെക്കറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്ഷരീക ബൈബിളിനെ ഡെക്കറേറ്റ് ചെയ്യുക അല്ല അതിന്റെ മീനിങ്. ദൈവത്തിന്റെ വചനം അലങ്കരിക്കപ്പെടുവാൻ തക്കം ഇടയാകും, അത് ബ്യൂട്ടിഫൈ ചെയ്യുവാൻ തക്കം ഇടയായി തീരും. ദൈവത്തെ അല്ലെങ്കിൽ ദാസൻ അവന്റെ ജോലി വിശ്വസ്തയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ
തിമോഥെയോസിന്റെ 1-ാം ലേഖനം നമ്മൾ വായിച്ചപ്പോൾ 6-ാം അധ്യായത്തിൽ ഇതുപോലെ സ്ലേവ്സിനെ കുറിച്ചുള്ള ഉപദേശം പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവനാമം ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കുക. അപ്പോൾ ഒരു ദാസൻ, ഒരു സെർവന്റ്, ഒരു സ്ലേവ് മാസ്റ്ററിനെ യഥാർത്ഥമായി ഒബേ ചെയ്ത് ഫെയ്ത്ത്ഫുൾ ആയി ജീവിക്കുമ്പോൾ നെഗറ്റീവായും പോസിറ്റീവായും ഉള്ള കാര്യങ്ങൾ അവിടെ നടക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യം ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കും. അപ്പം യജമാനെ കീഴടങ്ങി ജീവിക്കാതിരിക്കുന്ന ഒരു ദാസനുണ്ടെങ്കിൽ അത് ദൈവവചനം ദുഷിക്കപ്പെടുന്നതാണ്. എന്നാൽ യജമാനെ കീഴടങ്ങി ജീവിക്കുന്ന വിശ്വസ്തനായിരിക്കുന്ന ഒരു ദാസനുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഉപദേശത്തെ അലങ്കരിക്കുന്നതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്നത്തെ കാലത്ത് അടിമ കച്ചവടമില്ല, അടിമകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നില്ല. എന്നാൽ അത് ഇന്നില്ലെങ്കിലും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്താണ്? നാം മിക്കവരും ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നാം നമ്മുടെ മേളിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയേഴ്സിന് ഒരനുഗ്രഹമായിരിക്കുകയാണ്. നമുക്ക് പേച്ചൊക്കെ കിട്ടുവാൻ വേണ്ടി, നമ്മുടെ സാലറി കിട്ടാൻ വേണ്ടി നാം ജോലി ചെയ്യുന്നവരാകുവാനല്ല വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഫെയ്ത്ത്ഫുള്ളായി യജമാനന്മാർക്ക് ഹിതമായുള്ളത് വേണ്ടി വന്നാൽ ഒരു എക്സ്ട്രാ മൈലിൽ പോലും യാത്ര ചെയ്യുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കാര്യമാണ് ഇതിരിക്കുന്നത്. ദൈവവചനം ദുഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഉപദേശത്തെ അലങ്കരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്ക് അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പലരും ദൈവഭാഗത്തേക്ക് വരാനുള്ള കാരണം വലിയ പ്രസംഗം കേട്ടിട്ടല്ല, ആരെങ്കിലും പേഴ്സണലായി സുവിശേഷം പറഞ്ഞിട്ടല്ല, കൂടെ ജോലി ചെയ്യുന്നവരുടെ മാതൃകാപരമായ ജീവിതം കണ്ടിട്ടാണ്, അവരുടെ പ്രത്യേകത കണ്ടിട്ടാണ്, അവരുടെ ജീവിതത്തിലെ പ്രത്യേകത കണ്ടിട്ടാണ് പലരും ദൈവഭാഗത്ത് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഞാൻ ഓർപ്പിച്ച പോലെ ഇന്ന് യജമാനൻ ദാസൻ എന്നുള്ള പൊസിഷൻ ഇല്ല എങ്കിലും നമുക്ക് എംപ്ലോയറും എംപ്ലോയീസും ഉണ്ട്. നമ്മള് ഈ അടിമകൾ ചെയ്യുന്ന പോലെ വഞ്ചിച്ചെടുക്കാറില്ലെങ്കിലും ചെറിയ ചെറിയ വഞ്ചനയൊക്കെ ചിലപ്പോഴുണ്ടാകാറില്ലേ? അമേരിക്കയിലെ കണക്കുകൂട്ടൽ അനുസരിച്ച് പേപ്പർ ക്ലിപ്പ് മുതല് ഈവൻ വാഹനങ്ങൾ വരെ എംപ്ലോയറിന്റേത് എംപ്ലോയീസ് മോഷ്ടിച്ചു പോകുന്നതിന്റെ ഒരു വലിയ ലിസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ചിലരതിനെ ഉപാധിയായിട്ട് പറയാനുള്ളത് ഐ ഡിസേർവ് ഇറ്റ്, ഞാൻ കിടന്ന് കഷ്ടപ്പെടും, അതിനനുസരിച്ചൊന്നും ശമ്പളം കിട്ടുന്നില്ല, അതുകൊണ്ട് ഇവന്റെ കുറച്ച് എന്റെ ഇരിക്കട്ടെ. അതല്ല ക്രിസ്തീയ മാർഗം. അല്ലെങ്കിൽ ഞാനിത് കഷ്ടപ്പെടുന്നതിന്റെ എനിക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ മറ്റവൻ കൊണ്ടുപോകുന്നുണ്ട്, മറ്റൊരാൾ കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എടുക്കാന്ന് പറഞ്ഞല്ല. എടുത്താലും യജമാനൊന്നും പറയത്തില്ല, എങ്കിലും അത് മറ്റൊരാളിന്റെ വസ്തുവാണെങ്കിൽ അതൊരു പേപ്പർ ക്ലിപ്പ് ആയാൽ പോലും ദൈവവേദനായിരിക്കുന്നിടത്തോളം കാലം നമുക്കതെടുക്കുവാൻ അവകാശമില്ല. നാം ഏറ്റവും മാതൃകയായി ഏറ്റവും വിശ്വസ്തരായിരിക്കുകയാണ്. ഇതാണ് വേദോസ്തവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഉപദേശം അലങ്കരിക്കപ്പെടുവാൻ ഇടയാകും, ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കുവാൻ ഇടയാകും. ഈ യജമാനൻ ദാസൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് അവസാനിപ്പിക്കുന്നത് ഒടുവിലത്തെ വാക്യത്തിൽ 11-ാം വാക്യത്തിൽ പിന്നെ വളരെ മനോഹരമായ വിഷയം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യജമാനൻ ദാസൻ എന്നുള്ളതായ രീതിയൊക്കെ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ കുറിച്ച് വലിയ പ്രത്യാശ നൽകിയിട്ട് ഇന്നുള്ള ജീവിതത്തിൽ നാം ഫെയ്ത്ത്ഫുൾ ആയി ജീവിച്ചാൽ നമുക്ക് മനോഹരമായ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞാണ് ഇവിടെ തീത്തോസിനോട് പറയുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ദൈവകൃപയെ കുറിച്ച് രക്ഷയെ കുറിച്ച് പറയുമ്പോൾ അത് എംഫസൈസ് ചെയ്ത് പറയാനുള്ളത് ദൈവകൃപയെ കുറിച്ചാണ്. രക്ഷ എന്ന് പറയുമ്പോൾ ദൈവകൃപയോടെ ചേർത്ത് പറയാതെ അതിന്റെ മനോഹാരിത അത്രത്തോളം വ്യക്തമാകുന്നില്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇവിടെ നാം വായിച്ചു വരുമ്പോൾ ദൈവകൃപ ചെയ്യുന്നതായ അത്ഭുതകരമായ മനോഹരമായ 3 ശുശ്രൂഷകളെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 3 വണ്ടർഫുൾ മിനിസ്ട്രീസ് ഓഫ് ഗ്രേസ്. ഒന്ന്, ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വളരെ അറിഞ്ഞിരിക്കേണ്ട വാക്യമാണ്. 12 മുതലുള്ള വാക്യങ്ങൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും
മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ദൈവകൃപയെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് ദൈവകൃപയാണ് നമ്മെ വീണ്ടെടുത്തത്. 11-ാം വാക്യത്തിൽ പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. 14-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, റിഡീം ചെയ്തു. സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവകൃപ എന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടുപിടിച്ച ഒന്നല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇൻവെൻഷൻ അല്ല, ഡിസ്കവർ ചെയ്തതല്ല. ഇവിടെ പറയുന്നു, കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. ക്രൈസ്റ്റ് ഗേവ് ഹിംസെൽഫ് ഫോർ us. നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതുകൊണ്ട് നമുക്ക് ഈ കൃപ അനുഭവിക്കുവാൻ കൊണ്ടിടയായി തീർന്നു. നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നതുകൊണ്ടാണ്. പത്രോസിന്റെ ലേഖനം ഇവിടെ പലപ്പോഴും നാം വായിക്കാറുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ അവൻ ചുമന്നു, നമ്മെ അവൻ റിഡീം ചെയ്തു. റിഡീം ചെയ്തു എന്ന് പറഞ്ഞാൽ സെറ്റ് ഫ്രീ ബൈ പേയിങ് എ പ്രൈസ്. നമ്മെ സ്വതന്ത്രരാക്കി തീർത്തത് കാൽവറിയിൽ നമുക്ക് വേണ്ടി വലിയ വില മുടക്കിയത് കൊണ്ടാണ്. നമ്മെ ഇവിടെ എഴുതിയിരിക്കുന്നു, എല്ലാ അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, ഫ്രം ഓൾ ഇനിക്വിറ്റി. തീത്തോസിന്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും പാപത്തിന് അടിമകളായിരുന്നു. ഓൾ വെർ സ്ലേവ്സ് ഓഫ് സിൻ. എന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മെ റിഡീം ചെയ്തു, നമ്മെ വിടുവിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവകൃപ ഒന്നാമത് നമ്മെ വീണ്ടെടുത്തു. ദൈവകൃപ നാം എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല, കൃപ കൊണ്ടാണ് വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. രക്ഷയുടെ അനുഭവത്തിൽ വരുവാൻ നമുക്ക് ഇടയായി തീർന്നത്. അതാണ് കൃപ ഒന്നാമത് ചെയ്യുന്നത്. കൃപ നമ്മെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, ആ ഗ്രേസ് നമ്മെ റീഫോം ചെയ്യുന്നു എന്നാണ് അടുത്തത് നാം വായിക്കുന്നത്. 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മലയാളത്തിൽ വായിക്കുമ്പോൾ 13-ാം വാക്യം, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു വരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നമുക്ക് സാൽവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ദൈവകൃപ കൊണ്ട് ലഭിക്കുന്നത് നാം ഭാവികളായിരുന്നു എന്നുള്ളതായ ആ മേലെടുത്തു മാറ്റി ദൈവവൈതലായി അല്ലെങ്കിൽ വിശുദ്ധനായി വിശുദ്ധയായി എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, പൊസിഷന് ചേഞ്ച് വരുത്തുക മാത്രമല്ല ചെയ്യുന്നത്. അവൻ നമ്മുടെ അവസ്ഥയ്ക്കെല്ലാം, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്, നമ്മുടെ അപ്പറ്റൈറ്റിന്, നമ്മുടെ അംബീഷന്, നമ്മുടെ ആക്ഷന് എല്ലാം വ്യത്യാസം വരുത്തുന്നതാണ് ദൈവകൃപ. നമ്മെ മുമ്പേ വായിച്ചതുപോലെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, നമ്മെ ദൈവപൈതലാക്കി അല്ലെങ്കിൽ ഗോഡ്ലി ആക്കി ഭക്തിയുള്ള ആളാക്കി തീർക്കുന്നു എന്നാണ്. ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, ടീച്ച് ചെയ്യുന്നു എന്നുള്ള പദപ്രയോഗമാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മലയാളത്തിലേതാണ് കുറെ കൂടെ മനോഹരം. എന്നാൽ അതിന്റെ മൂലഭാഷ എന്നുള്ള അർത്ഥം ഡിസിപ്ലിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അതുകൊണ്ടാണ് കൃപ നമ്മെ റിഡീം ചെയ്യുന്നു എന്ന് മാത്രമല്ല, കൃപ നമ്മെ റീഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മെ ദൈവകൃപ മനോഹരമായ അവസ്ഥയിലേക്ക് മാറ്റേണ്ടതിന് വേണ്ടി നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. അത് എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ്? എല്ലാ അൺഗോഡ്ലിനെസ്, ദൈവഭക്തമല്ല, ദൈവഭക്തിക്ക് ചേരുന്നതല്ലാത്തത്, വാട്ട് എവർ ഈസ് അൺലൈക്ക് ഗോഡ്, അതെല്ലാം ഡിനേ ചെയ്യുവാൻ, അതിനെ ത്യജിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്.
വേൾഡ്ലി ലാസ്റ്റ്, ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഭക്തികേടെന്ന് മലയാളത്തിൽ വായിക്കുന്നു. പ്രപഞ്ച മോഹങ്ങൾ വർജിക്കുക, ഡിനേ ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവകൃപയാണ്. ദൈവകൃപയാണ് അതിനുവേണ്ടി നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇവിടെ എഴുതിയിരിക്കുന്ന, വീണ്ടും ഞാൻ പറഞ്ഞ അതേ പദപ്രയോഗമാണ് വീണ്ടും ഇവിടെ പറയുന്നത്. നമ്മെ വീണ്ടെടുത്ത് ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കുവാൻ, സെൽഫ് കൺട്രോൾഡ് ലൈഫ്, നമ്മുടെ എല്ലാ ജീവിത രംഗങ്ങളിലും സെൽഫ് കൺട്രോൾഡ് ആകുവാൻ തക്കവണ്ണം ദൈവകൃപ നമ്മെ സഹായിക്കുന്നു. സോബർ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾഡ് എന്നുള്ളത് നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മോട് തന്നെയുള്ള റിലേഷൻഷിപ്പാണ്. നമുക്ക് തന്നെ നാം പൊട്ടിത്തെറിക്കാതെ, നാം കോപിക്കാതെ, നാം എടുത്തിയാടാതെ നമ്മെ സോബറാക്കുന്ന, സെൽഫ് കൺട്രോൾഡ് ആക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. തന്നെയുമല്ല, സുബോധത്തോടും നീതിയോടും, റൈച്ചസ്ലി, നീതിയോടെ ജീവിക്കുക, നീതിയോടെ പ്രവർത്തിക്കുന്നത് അതെങ്ങനെയാണ്? അത് മറ്റുള്ളവരുള്ള ബന്ധത്തിലാണ്. റിലേഷൻഷിപ്പ് ടു അതേഴ്സ് ആണ്. മറ്റുള്ളവരുള്ള ബന്ധത്തിൽ നീതിയോട് പ്രവർത്തിക്കുവാനിടയാകുന്നു. അപ്പൊ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ സുബോധം അല്ലെങ്കിൽ സോബറായി ജീവിക്കുമ്പോൾ അവരവരോടുള്ള റിലേഷൻഷിപ്പാണ്. റൈച്ചസ്ലി ആയി ജീവിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ്. തന്നെയുമല്ല, ഇവിടെ പറയുന്നു ദൈവഭക്തിയോടുകൂടെ, സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുക. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ദൈവകൃപ നമ്മെ രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവകൃപ നമ്മെ റീഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മെ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്നു, ശിക്ഷിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നു. നാം മുന്നോട്ട് പോകുന്തോറും ദൈവഭക്തി ഉള്ളവരായി, സുബോധമുള്ളവരായി, റൈച്ചസ് ആയി, നീതിയുള്ളവരായി വരുവാൻ ഇവിടെയും പോസിറ്റീവും നെഗറ്റീവുമായുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വമായി ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന് കാര്യങ്ങളിൽ നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദൈവപൈതലും ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം അങ്ങ് ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലല്ല ജീവിക്കേണ്ടത്, ഈ ലോകത്തിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലുമല്ല ജീവിക്കേണ്ടത്. വി ഡു നോട്ട് ലിവ് ലൈക്ക് ഇറ്റ് ഓർ ഫോർ ഇറ്റ്. ഈ ഭൂമിയിൽ ഒരു ദൈവവേദൽ ജീവിക്കുമ്പോൾ ഈ ലോകം എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിലല്ല ജീവിക്കേണ്ടത്, ഞാൻ ഈ ലോകത്തിന് വേണ്ടിയാണെന്നുള്ള രീതിയിലുമല്ല ജീവിക്കേണ്ടത്. ഈ ലോകത്തെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തെന്നാണ് വായിക്കുന്നത്. ഗലാത്യർ 1:4 വായിക്കാം. ഗലാത്യർ 1:4 ഈ പ്രസന്റ് ഏജ് എന്ന ഇംഗ്ലീഷിൽ വായിക്കുന്ന ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടത്. അപ്പോൾ ദൈവം നമ്മെ ഈ പ്രസന്റ് ഏജ് അല്ലെങ്കിൽ ഈ പ്രസന്റ് ഈവിൾ വേൾഡ് എന്നാണ് ചില ട്രാൻസ്ലേഷനുകൾ, ഈ ദുഷ്ടലോകത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ വന്നതായ ഒരു പ്രത്യേകതയാണ്, നാം ഈ ലോകക്കാരായി ജീവിക്കേണ്ടവരായിരുന്നു, ഈ ലോകത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരായിരുന്നു. എന്നാൽ അതിൽ ദൈവം നമ്മെ വിടുവിച്ചു. നാം ലോകക്കാരല്ല. ഇനി റോമർ 12:1-2 വാക്യങ്ങൾ നമുക്കറിയാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് അനുസാരമായി കൺഫോമായി തീരുവാനിടയാകാതെ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിൽ ജീവിക്കുകയാണ്. നമുക്ക് എല്ലാവരെയും പോലെ ജീവിക്കുവാൻ, എല്ലാവരെയും പോലെ ആക്ട് ചെയ്യുവാൻ, എല്ലാവരെയും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവകാശമില്ല. ഒരു ദൈവപൈതൽ ഈ ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. തന്നെയുമല്ല, ഈ ലോകത്തിന് അനുസാരമായി നാം നടക്കുവാൻ പാടില്ല. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, എഫേസ്യർ 2:2. നമ്മുടെ നടപ്പ് ഈ ലോകത്തിന്റെ കാലഗതിയും ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് നടന്നവരായിരുന്നു. എന്നാൽ ഇനിയും അങ്ങനെ നടക്കാനുള്ളവരല്ല. neither should we walk according to its standards. ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്
ജീവിക്കാനുള്ളവരല്ല. ഒന്നാമത് ഈ ദുഷ്ടലോകത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു, ഈവിൾ വേൾഡിൽ നിന്ന്. രണ്ടാമത് ഈ ലോകത്തിന് അനുരൂപരായി തീരുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. മൂന്നാമത് പറയുകയാണ് ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച്, ദ സ്റ്റാൻഡേർഡ് ഓഫ് ദിസ് വേൾഡ്, ഇതനുസരിച്ച് നാം ജീവിക്കാൻ പാടില്ല. തന്നെയുമല്ല, നമുക്കൊരു വേറൊരു ലോകം ദൈവം വെച്ചിട്ടുണ്ട്. ഇബ്രായലേഖനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം, ഇബ്രായർ 6:5 പറയുകയാണ്, വരുവാനുള്ള ലോകം ആസ്വദിച്ചവരാണ് നാം. We have tasted the power of the coming age. വരുവാനുള്ള ലോകം, നമുക്ക് ഇവിടെയുള്ള ഈ ലോകം നമ്മുടെ ലോകമല്ല, എന്നാൽ നമുക്ക് വരുവാനുള്ള ഒരു ലോകമുണ്ട്. ആ ലോകം ആസ്വദിച്ചവരാണ് നാം ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നാം ഈ ലോകം, ഇവിടെ തീത്തോസിനോട് പറയുകയാണ് ദൈവകൃപ, തീത്തോസ് പറയുന്നോട് പൗലോസ് എഴുതുകയാണ്, ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്തിനു വേണ്ടി ശിക്ഷിച്ചു വളർത്തുന്നു? ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പറയേണ്ടതിന്. പോസിറ്റീവായുള്ള കാര്യങ്ങളാണ് സുബോധം, നീതി, ദൈവഭക്തി. നെഗറ്റീവായുള്ള കാര്യം ഭക്തികേട്, പ്രപഞ്ചമോഹം. ഇത് ഡിനൈ ചെയ്യണം, ഇത് വർജിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്താനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മെ റീഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ സാങ്ക്ടിഫൈ ചെയ്യുക, തനിക്ക് ഒരു പ്രത്യേക ജനമായിരിക്കേണ്ടതിന്. ഹിസ് ഓൺ സ്പെഷ്യൽ പൊസഷൻ എന്നാണ് 14-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിൽ നിന്ന് ലോകക്കാരായിരിക്കാതെ, ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കാതെ ദൈവം നമ്മെ വേർതിരിച്ചതിന് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് അവന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു പ്രത്യേക ജനമായിരിക്കേണ്ടതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി അവൻ നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്നു, നമ്മെ പ്യൂരിഫൈ ചെയ്യുന്നു. നാം എങ്ങനെയായി തീരണമെന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം യേശുക്രിസ്തുവിനെ പോലെ ആകേണ്ടതിന് വേണ്ടിയാണ്. റോമർ 8:29, 8:28 നമുക്ക് മനഃപ്പാഠമാണ്. 29 വായിച്ചാട്ടെ. മുന്നറിഞ്ഞവരെയൊക്കെ അവൻ എന്ത് ചെയ്യുന്നതെന്നാണ് അടുത്തത്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, ആ യേശുക്രിസ്തുവിന്റെ അതേ ഭാവം, ആ മെന്റാലിറ്റി, ആ ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുവെ പോലെ ആകണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് യേശുക്രിസ്തുവിനോടുള്ളതായ ആ ഡിവോഷൻ മാത്രമല്ല, നമുക്ക് ലോകത്തോടുള്ള സെപ്പറേഷനും ആവശ്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14 മുതൽ 7-ാം അധ്യായത്തിന്റെ 1 വരെ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്തു ബന്ധം, ദേവാലയത്തിൽ വിഗ്രഹങ്ങളോട് എന്തൊരു യോഗ്യത, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ 7-ാം വാക്യത്തിൽ പിന്നീട് വായിച്ചു വരുമ്പോൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അപ്പോൾ ദൈവത്തോടുള്ള ആ ധ്യാനം, അല്ലെങ്കിൽ ആ ഡിവോഷൻ മാത്രമല്ല, നമുക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ് എന്ന് വേദോസ്തവം നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നാം അവന് വേണ്ടി ഒരു പിക്യൂലിയർ പീപ്പിൾ ആകേണ്ടതിന് വേണ്ടി, അവനൊരു സ്വന്തം ജനമായി തീരേണ്ടതിന് വേണ്ടി. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം അത് തന്നെയാണ് പറഞ്ഞത്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയാൻ, എന്തിനാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രത്യേകമായ നിയമങ്ങൾ കൊടുത്തത്, ഉപദേശങ്ങൾ കൊടുത്തത്, ആചാരങ്ങൾ കൊടുത്തത്? ആവർത്തനം 14:2 പറയാൻ, ലോകത്തിലുള്ള സകല ജാതികളിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ എനിക്ക് സ്വന്തമായ ജനമായിരിക്കേണ്ടതിന് വേണ്ടിയാണ്, നിങ്ങളൊരു പ്രത്യേക ജനമായിരിക്കേണ്ടതിന് വേണ്ടിയാണ്. 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം, കമാൻഡ്മെന്റുകൾ നിങ്ങൾ ഒബേ ചെയ്യണം, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ എനിക്കൊരു പ്രത്യേക പീപ്പിൾ ആയിരിക്കേണ്ടതിന് വേണ്ടിയാണ്, പെക്യൂലിയർ പീപ്പിൾ ആയിരിക്കേണ്ടതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വേർതിരിച്ചത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇതാണ്, ദൈവകൃപ നമ്മെ കണ്ടെത്തിയത്, നാം വിശ്വാസത്തിൽ വന്നത്, നാം രക്ഷിക്കപ്പെട്ടത്, നാം ദൈവമക്കളായി തീർന്നു. നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ മഹാകൃപയാണ്. എന്നാൽ ആ ദൈവ മഹാകൃപ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തുവാകും തലയോളം വളരണം, ക്രിസ്തുവിന് അനുരൂപമായി വളരണം,
ഈ ഭക്തികേടുകളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റണം, പ്രപഞ്ചമോഹങ്ങളെല്ലാം വർജിക്കണം. എന്നിട്ട് സുബോധമുള്ളവരായി, നീതിയുള്ളവരായി, ദൈവഭക്തി ഉള്ളവരായി വളരേണ്ടതിന് ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആ ദൈവകൃപ നമ്മെ ശിക്ഷിക്കുമ്പോൾ അതിന് കീഴ്പ്പെട്ട് ദൈവം നമ്മെ രോഗത്തിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനയിലൂടെ ഒക്കെ കടത്തിവിടുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ദൈവോദ്ദേശം എന്താണ്, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അതിന്റെ പിന്നിലുള്ള ദൈവോദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കമിടയാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി, അവന് വേണ്ടി ഒരു പ്രത്യേക കൂട്ടമായിരിക്കുവാനായിട്ട് നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവകൃപ നമ്മെ രക്ഷിക്കുന്നു, നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. 3 great ministries, wonderful ministries of grace. അത് നമ്മെ റിഡീം ചെയ്യുന്നു, റീഫോം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമുക്ക് ഗ്രേറ്റ് റിവാർഡ് തരുന്നതാണ് ദൈവകൃപ. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ഇവിടെ വായിക്കുന്ന ഇതാണ് 12ാം വാക്യത്തിൽ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും, ബ്ലസ്സഡ് ഹോപ്പ്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് നാം കാത്തിരിക്കുന്നു. തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി ഇവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന വാക്യമാണിത്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവാണ് ദൈവം, അവൻ മഹാദൈവമാണ്, അവൻ വരും എന്നുള്ളതാണ്, അവന്റെ റിട്ടേൺ, അവന്റെ മടങ്ങി വരവ് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. നമ്മുടെ മഹാദൈവമായ, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ നാം കാണും എന്നുള്ളതാണ്. ആ പ്രത്യാശയ്ക്കായിട്ടാണ് നമുക്ക് ഓരോ രീതിയിലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളിലൂടെ ദൈവകൃപ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മെ ശിക്ഷിക്കുന്നത്, നമ്മെ വളർത്തുന്നതൊക്കെ ആ വലിയ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ ഈ ലോകത്തിലെ ടെൻഷനുകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഇതൊന്നും സാരമില്ല എന്ന് ഒരു ദൈവവേദത്തിൽ എണ്ണുവാൻ്റെ കാണാൻ സാധിക്കുന്നത് ആ ബ്ലെസ്സഡ് ഹോപ്പ് ഓർക്കുമ്പോഴാണ്, ആ ഭാഗ്യകരമായ പ്രത്യാശ ഓർക്കുമ്പോഴാണ്. ആ പ്രത്യാശയോടുകൂടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. എന്നും ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വളരണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിന്റെ മോഹങ്ങളെ വർജിച്ച് ജീവിക്കണം. എന്നാൽ പലപ്പോഴും ജീവിതത്തില് നന്മകള്, സുഖങ്ങള്, സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒത്തിരി കാലം ജീവിക്കാമെന്നുള്ള ആഗ്രഹമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് ആ ചിന്തയാണുള്ളത്. നമ്മള് ആരോഗ്യമായിരിക്കുമ്പോൾ, പ്രശ്നമൊന്നും ഇല്ലാത്തപ്പോൾ മരിക്കുമെന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞാലും ഇപ്പോഴൊന്നും മരിക്കത്തൊന്നുമില്ല, ഒത്തിരി ആളോട് ജീവിക്കും, ഒത്തിരി കാര്യങ്ങളെ ചെയ്യും എന്നൊക്കെ ഉള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, പെട്ടെന്നൊരു വേദന വരുമ്പോഴൊക്കെ അറിയാം ഇതൊക്കെ മാറിപ്പോകാനുള്ളതാണെന്ന്. എന്നാൽ ഒരു ദൈവവേദന നന്മയുണ്ടെങ്കിലും ദുഃഖമായിരുന്നാലും ഇതിന്റെ എല്ലാം നടുവിലും അവനെ നയിക്കേണ്ടത്, അവനെ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവൻ എപ്പോഴും നോക്കുവാനുള്ളത് ഭാഗ്യകരമായ പ്രത്യാശയെ കുറിച്ചാണ്. കർത്താവ് വരുമെന്നുള്ള പ്രത്യാശ. നമ്മുടെ കർത്താവ് ആദ്യം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, വീണ്ടെടുപ്പിന് വേണ്ടി വന്നപ്പോൾ കൃപ നിറഞ്ഞതായിരുന്നു. ഗ്രേസ്, ഫുൾ ഓഫ് ഗ്രേസ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്, വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം കൃപ നിറഞ്ഞതായി, യേശുക്രിസ്തു കൃപ നിറഞ്ഞതായിട്ടാണ് വന്നത്. എന്നാൽ ഇനി ഒരു ദിവസം വരുമ്പോൾ കൃപയിൽ അധികമായി യേശുക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നത് ഗ്ലോറിയാണ്, മഹത്വമാണ്. അവന്റെ മഹത്വ പ്രത്യക്ഷത എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫുൾനെസ് ഓഫ് ഗ്ലോറി അവന്റെ വരവെങ്കിൽ നമുക്ക് കാണുവാൻ തക്ക ഇടയായി തീരും. ഈ ലോകത്തിൽ നമുക്ക്, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് വന്നിരിക്കുന്ന തേർഡ് വേൾഡ് കൺട്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ വേൾഡ് കൺട്രീസിൽ ജീവിക്കുന്നവർക്ക് കാണാനും അറിയാനും കഴിയാത്തതൊക്കെ അനുഭവിക്കുവാൻ തക്ക ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ നാം കണ്ടിട്ടുള്ളതും നാം കേട്ടിട്ടുള്ളതും എല്ലാം താൽക്കാലികമാണ്, ക്ഷണികമായിട്ടുള്ളതാണ്. എന്നാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ മഹത്വം വളരെ വലിയ മഹത്വമാണ്. ആ പ്രത്യാശ വളരെ വലുതാണ്. അത് നാം ഓർത്തിരിക്കണം, അതിനുവേണ്ടി നാം ജീവിക്കണം. അതാണ് നമ്മെ വളർത്തുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു.
അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇതിനെല്ലാം കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ്. നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്ക് കൃപ പകരുവാൻ, നമ്മെ ശിക്ഷിച്ചു വളർത്തുവാൻ, നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശ നൽകുവാൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മുടെ ആരാധനയുടെ വിഷയം യേശുക്രിസ്തുവാണ്. നമുക്ക് പാടാനുള്ള പാട്ട് കർത്താവിനെ കുറിച്ചാണ്. നമുക്ക് ചിന്തിക്കുവാനുള്ളത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്തു എന്ന് പറഞ്ഞ തിരുമേശ നമുക്ക് നൽകി തന്നു. സ്വർഗത്തിലും ചെല്ലുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്ന പാട്ടുണ്ട്. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. എന്നും എപ്പോഴും യുഗങ്ങളോളം പാടാനുള്ള പാട്ട് കുഞ്ഞാട് നമുക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്.